Hello dears, welcome to the class. Today we are going to discuss about our first unit. Unit name is Lines and Shapes. വരകളും രൂപങ്ങളും. Okay, let's start our class. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഈ കാണുന്നതാണ് 2D ഷേപ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, റെക്റ്റാങ്കിൾ. ഇതാണ് ട്രയാങ്കിൾ. ഇതിനെ സർക്കിൾ, വൃത്തം എന്ന് പറയും. ഇതാണ് സ്ക്വയർ, സമചതുരം. ഇനി കാണുന്നതാണ് റെക്റ്റാങ്കിൾ, ദീർഘചതുരം എന്ന് പറയുന്നത്. ഇനി അവ സ്വയം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? സർക്കിൾ പറയാണ് ഐ ഹാവ് 0 സൈഡ്സ്, ഐ ഹാവ് 0 വേർട്ടിസസ്, ഐ ആം റൗണ്ട്. എനിക്ക് സൈഡുകളോ അതുപോലെ തന്നെ മൂലകളോ ഒന്നും ഇല്ല, ഞാൻ റൗണ്ടാണ്. സ്ക്വയർ പറയുന്നത് ഐ ഹാവ് 4 സൈഡ്സ്, മൈ സൈഡ്സ് ആർ ഈക്വൽ, ഐ ഹാവ് 4 വേർട്ടിസസ്. എന്താണ് പറയുന്നത്? എനിക്ക് 4 സൈഡാണ്, 4 സൈഡും ഈക്വൽ ആണ്. അതുപോലെ തന്നെ വേർട്ടിസസും 4ആണ്. കോണുകൾ, മൂലകൾ 4ആണ്. ഇനി ട്രയാങ്കിൾ പറയാണ് ഐ ഹാവ് 3 സൈഡ്സ്, മൈ സൈഡ്സ് ആർ നോട്ട് ഓൾവേസ് ദ സെയിം, ഐ ഹാവ് 3 വേർട്ടിസസ്. എൻ്റെ പേര് ട്രയാങ്കിൾ, ത്രികോണം എന്നാണ്. എനിക്ക് 3 സൈഡ്സ് ആണ്, പക്ഷേ 3 സൈഡ്സും എപ്പോഴും ഒരേ ലെങ്ത് ആയിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ എനിക്ക് 3 കോണുകളുണ്ട്. റെക്റ്റാങ്കിൾ ഐ ഹാവ് 4 സൈഡ്സ്, എനിക്ക് 4 സൈഡ്സ് ഉണ്ട്, വശങ്ങളുണ്ട്. ഐ ഹാവ് 4 കോർണേഴ്സ്, 4 മൂലകളുണ്ട്. ഐ ഹാവ് 2 ലോങ് സൈഡ്സ് ആൻഡ് 2 ഷോർട്ട് സൈഡ്സ്, എനിക്ക് 2 നീളമുള്ള വശങ്ങളും 2 ചെറിയ വശങ്ങളും ഉണ്ട്. മൈ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, എൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് ഒരു വശത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് മറുവശത്ത് കിടക്കുന്ന ആ സൈഡ് ഈക്വൽ ആയിരിക്കും. ഇനി സർക്കിളിൻ്റെ എക്സാമ്പിളാണ് ഈ കാണുന്നത്. ബോൾ, ആപ്പിൾ, സൺ, ഇങ്ങനെയുള്ളത്. സ്ക്വയറിന് എക്സാമ്പിളാണ്, കണ്ടില്ലേ? ഒരു ഫ്രെയിമുണ്ട്, ബിസ്ക്കറ്റുണ്ട്, ഒരു ബോക്സ്. റെക്റ്റാങ്കിളിന് എക്സാമ്പിളായിട്ട് TV, ഒരു ബാഗ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്. ട്രയാങ്കിളിന് എക്സാമ്പിളാണ്, കണ്ടില്ലേ? കോണുണ്ട്, അതുപോലെ തന്നെ വാട്ടർ മെലൺ പീസ്, ടെൻറ്റ്, ഇതൊക്കെയാണ്. ഇനി ഈ കാണുന്നതാണ് 3D ഷേപ്സ്. നേരത്തെ കണ്ടത് 2D ഷേപ്സ്, ഇത് 3D ഷേപ്സ്. ഏതൊക്കെയാണ്? കോൺ, സ്ഫിയർ, ക്യൂബ്, ക്യൂബോയിഡ്. ഇനി ഇവരുടെ പ്രത്യേകത എന്താണ്? ക്യൂബോയിഡിന് 6 ഫേസസും 12 എഡ്ജസും 8 വേർട്ടിസസുമാണുള്ളത്. കോണിന് ഒരു ഫേസും ഒരു കർവ്ഡ് സർഫേസും 1 എഡ്ജസും 1 വേർട്ടിസസുമാണ് ഉള്ളത്. ഇനി ക്യൂബിനോ 6 ഫേസസും 12 എഡ്ജസും 8 വേർട്ടിസസും. ഇനി സ്ഫിയറിന് ഒരു കർവ്ഡ് സർഫസും 0 എഡ്ജസും 0 വേർട്ടിസസുമാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, എന്നിട്ട് വേണം നമുക്ക് ക്ലാസ് കേൾക്കാനായിട്ട്. ഫസ്റ്റ് പേജിൽ തന്നെ തന്നിരിക്കുന്നത് ഒരു സ്കൂളിൻ്റെ ചിത്രമാണ്. ഗവൺമെൻറ് സ്കൂൾ കടലുകാണി, വേൾഡ് ഓഷ്യൻ ഡേ ജൂൺ 8 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു സ്കൂളും കുറച്ച് കുട്ടികൾ പുറത്തുണ്ട്. അതുപോലെ തന്നെ സ്കൂളിന് പുറത്ത് കുറച്ച് വീടുകൾ കാണുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ സ്കൂളിൻ്റെ മതിലിൽ കുറച്ച് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. സീ ദ പിക്ചർ, വാട്ട് ആർ ഓൾ ദ തിങ്സ് ഡു യു സീ, ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? സ്കൂൾ, പിന്നെയോ കുട്ടികൾ, സ്റ്റുഡൻസ്, പിന്നെ വോൾ, ഗേറ്റ്, അതുപോലെ തന്നെ വോളിൽ കുറച്ച് പിക്ചേഴ്സ്. See and draw. You saw the picture on the first page, didn't you? ഫസ്റ്റ് പേജിൽ ഒരു ചിത്രം കണ്ടില്ലേ? Did you notice the pictures on the wall? ആ മതിലിൽ വരച്ച ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? Draw the picture you liked the most. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ചിത്രം അവിടെ വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Celebration. What day is celebrated on the 8th of June in കടലുകാണി സ്കൂൾ? എന്ത് ഡേ ആണ് അവിടെ ആഘോഷിക്കുന്നത്? ജൂൺ 8-ാം തീയതി കടലുകാണി സ്കൂളിൽ. ആ മതിലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ജൂൺ 8-ന് എന്താണ്? വേൾഡ് ഓഷ്യൻസ് ഡേ ആണ്. കളർ ദ ഫിഷ്. ഫിഷിന് കളർ കൊടുക്കാനാണ്
There is an exhibition in Kadalugani School as part of the World Oceans Day celebration. Anu, Subi, and Adul are making different kinds of paper fishes for decoration. ലോക സമുദ്ര ദിനത്തിൻ്റെ ഭാഗമായി വേൾഡ് ഓഷ്യൻസ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി അനു, സുബി, അതുൽ എല്ലാവരും കൂടി മീനുകളെ നിർമ്മിക്കുകയാണ്. പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഡെക്കറേഷന് വേണ്ടി. കണ്ടില്ലേ അവരോരോരുത്തരും ചാർട്ട് പേപ്പറൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. See how they have hung their paper fishes using strings. അവരുണ്ടാക്കിയ പേപ്പർ ഫിഷിനെ അവർ തൂക്കിയിട്ടിരിക്കുകയാണ്. കളർ ദീസ് ആൻഡ് മേക്ക് ദം പ്രിറ്റി. ആ കൊടുത്തിട്ടുള്ളത് ഒന്ന് കളർ കൊടുത്ത് ഭംഗിയാക്കാൻ പറഞ്ഞിരിക്കുന്നു. ഡ്രോ ആൻഡ് കളർ. ഡ്രോ അതർ ഷേപ്സ് ജോയിനിങ് ദോസ് ബിലോ ടു മേക്ക് ഫിഷസ് ആൻഡ് കളർ ദം. ഇനി താഴെ ഒരു ബോക്സിൽ 2 ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് വെച്ച് നമ്മളോട് ഫിഷിനെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മറ്റ് രൂപങ്ങൾ ഉപയോഗിച്ച്. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് ട്രയാങ്കിളാണ്, ത്രികോണം വെച്ചിട്ടാണ്. അത് വെച്ച് നമുക്ക് ഫിഷിനെ വരയ്ക്കാം. മുകളിൽ തന്നിട്ടുണ്ട്, അത് നോക്കി വരയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് മറ്റ് ഷേപ്പുകൾ കൂട്ടി വരയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിളാണ്, ദീർഘചതുരമാണ്. അത് വെച്ചും നമുക്ക് ഫിഷിനെ വരയ്ക്കാം. കണ്ടില്ലേ ഇതുപോലെ. ഷേപ്സ്, രൂപങ്ങൾ. വാട്ട് ഓൾ ഷേപ്സ് ഡിഡ് യു നോട്ടീസ് ഇൻ ദ പേപ്പർ ഫിഷസ്? എന്തൊക്കെ രൂപങ്ങളാണ് ആ പേപ്പർ ഫിഷ് ഉണ്ടാക്കിയതിൽ നിങ്ങൾ ശ്രദ്ധിച്ചത്? ഡ്രോ ദ ഷേപ്സ് യു നോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഏതൊക്കെ ഷേപ്പാണ് ഉള്ളത് എന്ന് വരച്ച് അതിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ആദ്യം തന്നിരിക്കുന്നത് സർക്കിളാണ് അല്ലേ, വൃത്തം, വട്ടം. അടുത്തത് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ദീർഘചതുരം. ഇനി അടുത്തത് ട്രയാങ്കിൾ, ത്രികോണം. ഈ രൂപങ്ങളൊക്കെ വെച്ചിട്ടാണ് പേപ്പർ ഫിഷിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈർക്കിൽ ഫിഷ്. മേക്ക് എ ഫിഷ് യൂസിങ് ഈർക്കിൽ ബെഡ്സ്. ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഫിഷിനെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദ പിക്ചർ ഷോസ് ദ ഫിഷ് അതുൽ മെയ്ഡ് ബൈ സ്റ്റിക്കിംഗ് ഈർക്കിൽ ബിറ്റ്സ് ഓൺ പേപ്പർ. Can you also make such figures? Use them for the Oceans Day celebrations. അതുൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈർക്കിൽ ഫിഷാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളോടും അതുപോലെ ഓഷ്യൻസ് ഡേ സെലിബ്രേഷന് വേണ്ടി ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബട്ടർഫ്ലൈ. ടു ഡെക്കറേറ്റ് ദ ക്ലാസ് റൂംസ് ഇൻ ദ സ്കൂൾ ന്യൂ ഫിഗേഴ്സ് ആർ ടു ബി ഡ്രോൺ. ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പുതിയ രൂപങ്ങളൊക്കെ വരച്ചു. See the butterfly drawn using various shapes. Color it and make it pretty. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരു ബട്ടർഫ്ലൈ. കണ്ടില്ലേ? അതിന് കളർ കൊടുത്ത് ഭംഗിയാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ. പിന്നെ ചോദിച്ചിരിക്കുന്നത് അതിൽ ഏതൊക്കെ ഷേപ്സാണ്, രൂപങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. ഏതൊക്കെയാണ്? സർക്കിൾ, വൃത്തം, അതുപോലെ തന്നെ ട്രയാങ്കിൾ, ത്രികോണം, റെക്റ്റാങ്കിൾ, ദീർഘചതുരം, സ്ക്വയർ, സമചതുരം. ഈ രൂപങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പസിൽ കോർണർ. ഓൺലി 3 ലൈൻസ് ആർ നീഡഡ് ടു മേക്ക് മീ. ഹൂ ആം ഐ? 3 ലൈൻസ് ഉപയോഗിച്ചാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആരാണ് ഞാൻ? ആരാണ്? 3 സൈഡ്സ് ഉള്ളത്, 3 ലൈൻസ് യോജിപ്പിച്ചാൽ കിട്ടുന്നത് ട്രയാങ്കിൾ, ത്രികോണം. മെഷറിംഗ് സൈഡ്സ്. സൈഡുകൾ അളക്കുന്നത്. യൂസ് എ റെക്റ്റാങ്കിൾ കാർഡ് ഇൻ ദ മാത്ത് ബോക്സ് ടു ഡ്രോ എ റെക്റ്റാങ്കിൾ. നിങ്ങളുടെ മാത്ത് ബോക്സിലെ റെക്റ്റാങ്കിൾ കാർഡ് ഉപയോഗിച്ച് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി സൈഡ്സ് ഡസ് ദ റെക്റ്റാങ്കിൾ ഹാവ്? എത്ര സൈഡാണ് ആ റെക്റ്റാങ്കിളിനുള്ളത്? 4, 4 സൈഡാണ്. കണ്ടില്ലേ? ആൻഡ് കോർണേഴ്സ്. എത്ര മൂലകൾ ആണുള്ളത്? 1, 2, 3, 4. 4 മൂലകൾ, കോർണേഴ്സ് ആണ് ഉള്ളത്. യൂസ് റൂളർ ടു മെഷർ ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ യു ഹാവ് ഡ്രോൺ. നിങ്ങൾ വരച്ചിട്ടുള്ള ആ റെക്റ്റാങ്കിളിൻ്റെ സൈഡ് അളന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് റൂളർ ഉപയോഗിച്ച്. സൈഡ് 1, സൈഡ് 2, സൈഡ് 3, സൈഡ് 4. അപ്പോൾ സൈഡ് 1 എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ, സൈഡ് 2 4 സെൻറ്റിമീറ്റർ, സൈഡ് 3 8 സെൻറ്റിമീറ്റർ, സൈഡ് 4
4 centimeter. Do you note anything special about this length? Write your findings. നിങ്ങൾ അളന്നപ്പോൾ എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? എന്താണ് നിങ്ങൾ കണ്ടത്? 2 sides are long and 2 sides are short. 2 sides are equal and other 2 sides are equal. തന്നിരിക്കുന്നതിൽ 2 ഭാഗങ്ങൾ നീളം കൂടിയവയും 2 ഭാഗങ്ങൾ ചെറുതുമാണ്. അതിൽ തന്നെ ലോങ് ആയിട്ടുള്ള രണ്ടും ഒരേ നീളമാണ്. അതുപോലെ തന്നെ ഷോർട്ടായിട്ടുള്ള 2 ഭാഗങ്ങളും ഒരേ നീളമാണ്. Circle rectangle. See the shapes Adul and Binsa made using circle bits of length 8 centimeters and 5 centimeters. അതുലും ബിൻസയും ഉണ്ടാക്കിയ ഷേപ്സ് ആണ്. 4 sides ആണ് അല്ലേ? 2 ഷേപ്പിനും 4 sides ആണ്. കണ്ടില്ലേ? ഒരു സൈഡ് 8 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 5 സെൻറ്റിമീറ്ററുമാണ്. വിച്ച് ഈസ് എ റെക്റ്റാങ്കിൾ? ഇൻ അതുൽസ് ഫിഗർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഗോ സ്ട്രെയിറ്റ് അപ്പ്. ഇതിലേതാണ് റെക്റ്റാങ്കിൾ എന്ന് ചോദിച്ചിരിക്കുന്നു. അതുലിൻ്റെ ഫിഗർ നോക്കൂ. 2 സൈഡും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സ്ട്രെയിറ്റ് ആയിട്ടാണ്, നേരെയാണ് ഉള്ളത്. ദ ഫിഗർ ബിൻസ മെയ്ഡ് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. വൈ? പക്ഷേ ബിൻസ ഉണ്ടാക്കിയതൊരു റെക്റ്റാങ്കിൾ അല്ല. കാരണം എന്താണ്? ഈ പിക്ചർ നോക്കൂ. കണ്ടില്ലേ? ഒന്ന് അതുൽ വരച്ചതുപോലെയും ഒന്ന് ബിൻസ വരച്ചതുപോലെയുമാണ്. അപ്പോൾ അതുൽ വരച്ചതാണ് റെക്റ്റാങ്കിൾ. അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? 2 pairs of opposite sides are equal. ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആണ്. അതുകൂടാതെ all 4 റൈറ്റ് ആംഗിൾസ്, അതിൻ്റെ 4 കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. മട്ടക്കോൺ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ് എന്ന് പറയും. അങ്ങനെ വരുന്നത് മാത്രമാണ് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ആംഗിൾസിനെ കുറിച്ചൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ബിൻസ് വരച്ച ആ ചിത്രം റൂംബസ് ആണ്. ഓൾ സൈഡ്സ് ഈക്വൽ ആണ്, പക്ഷേ നോ റൈറ്റ് ആംഗിൾസ്. അത് റൈറ്റ് ആംഗിൾ അല്ല. നമ്മൾ അളന്ന് നോക്കുമ്പോൾ 90 ഡിഗ്രി വരില്ല. ബിക്കോസ് ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ സ്ലാൻറ്റഡ്. അത് ചരിഞ്ഞിട്ടാണ് ഉള്ളത്. കണ്ടില്ലേ? സ്ട്രെയിറ്റ് ആയിട്ടല്ല ഉള്ളത്. ദേ ആർ നോട്ട് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പരസ്പരം അത് പെർപെൻഡിക്കുലർ അല്ല. അതുകൊണ്ടാണ് അത് റെക്റ്റാങ്കിൾ അല്ല എന്ന് പറയുന്നത്. കണ്ടില്ലേ ഓരോ ലൈനുകൾ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ പാരലൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂട്ടി മുട്ടില്ല. ഇൻ്റർസെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്രോസ് ആയിട്ട്. കണ്ടില്ലേ? ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. റെക്റ്റാങ്കിൾസ് സ്പെഷ്യാലിറ്റി. റൈറ്റ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിൻ്റെ പ്രാധാന്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. എ റെക്റ്റാങ്കിൾ ഹാസ് 4 സൈഡ്സ്. റെക്റ്റാങ്കിളിന് 4 വശങ്ങളുണ്ട്. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ ഹോറിസോണ്ടൽ. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ വെർട്ടിക്കൽ. മുകളിലത്തേതും താഴെയുമുള്ള ലൈൻസ് ഹോറിസോണ്ടൽ, ഇങ്ങനെ തിരശ്ചീനമായിട്ടായിരിക്കും, അതായത് ഫ്ലാറ്റായിട്ട് കിടക്കുന്ന പോലെയായിരിക്കും. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ വെർട്ടിക്കൽ. ലെഫ്റ്റും റൈറ്റും സൈഡ് വെർട്ടിക്കൽ, ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത് പോലെയായിരിക്കും. പിന്നെയോ എ റെക്റ്റാങ്കിൾ ഹാസ് 4 കോർണേഴ്സ്. 4 മൂലകളുണ്ടായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഒരു ലൈനിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന മറ്റ് ലൈൻ എപ്പോഴും തുല്യമായിരിക്കും. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, ഒരിക്കലും കൂട്ടി മുട്ടില്ല. ഓൾ ആംഗിൾസ് ഈക്വൽ ആൻഡ് 90 ഡിഗ്രി. എല്ലാ കോണുകളും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, അത് 90 ഡിഗ്രി ആയിരിക്കും. ഡയഗണൽസ് ഈക്വൽ ആൻഡ് ബൈസെക്റ്റ് ഈച്ച് അതർ. കോണോട് കോൺ നോക്കുമ്പോൾ അത് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ അത് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഡിഫറൻറ്റ് റെക്റ്റാങ്കിൾസ്. സീ ദ റെക്റ്റാങ്കിൾസ് അനൂപ് ഡ്രൂ യൂസിങ് ദ റെക്റ്റാങ്കിൾ കാർഡ്സ് ഇൻ ഹിസ് മാത്ത് ബോക്സ്. അനൂപ് റെക്റ്റാങ്കിൾ കാർഡ്സ് ഉപയോഗിച്ച് വരച്ച റെക്റ്റാങ്കിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? 4 റെക്റ്റാങ്കിൾ ഉണ്ട്. മെഷർ ദ സൈഡ്സ് യൂസിങ് എ റൂളർ ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. അത് അളന്ന് അതിൻ്റെ അളവ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 4 സൈഡാണ് ഉള്ളത് അല്ലേ? 4 റെക്റ്റാങ്കിൾ. അപ്പോൾ അതൊന്ന് അളന്ന് നോക്കി എഴുതാം.
ആദ്യത്തെ സൈഡ് 6.1 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന ഫോർത്ത് സൈഡും 6.1 ആണ്. 2ഉം 3യും 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തേത് 4.1 സെൻറ്റിമീറ്റർ ആണ്. ഒന്നാമത്തെയും നാലാമത്തെയും സൈഡ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സൈഡ് 5 സെൻറ്റിമീറ്റർ. മൂന്നാമത്തേത് 4.1 സെൻറ്റിമീറ്റർ. 4 വശങ്ങളും 4.1 ആണ്. അതുപോലെ നാലാമത്തെ റെക്റ്റാങ്കിളിൻ്റേത് 3.1 ആണ് എല്ലാ സൈഡും. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മെഷർമെൻറ്റ്സ്? എന്താണ് ഈ റെക്റ്റാങ്കിൾസ് അളന്നപ്പോഴുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? ഒന്നാമത്തെയും രണ്ടാമത്തെയും റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത് 2 സൈഡ് ഈക്വൽ ആണ് അല്ലേ? ആദ്യത്തെയും രണ്ടാമത്തെയും 2 സൈഡ് മാത്രമേ ഈക്വൽ ഉള്ളൂ. അതുപോലെ തന്നെ അപ്പുറത്തെ 2 സൈഡും ഈക്വൽ ആയിരിക്കും. 4 സൈഡും തുല്യമല്ല. എന്നാൽ മൂന്നാമത്തേത് എന്ന് പറയുന്നത് 4 സൈഡും ഈക്വൽ ആണ്. In rectangle 1 and 2, side 1 and 4 has equal length and side 2 and 3 has equal length. In rectangle 3 and 4, all 4 sides are equal in length. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് അല്ലേ? 1 and 2വിൽ ഒന്നാമത്തെയും നാലാമത്തെയും സൈഡ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സൈഡ് ഈക്വൽ ആണ്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും റെക്റ്റാങ്കിൾ എങ്ങനെയാണ്? 4 സൈഡും ഈക്വൽ ആണ്. സ്പെഷ്യൽ റെക്റ്റാങ്കിൾ. വി ഹാവ് സീൻ ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾസ്. ലുക്ക് അറ്റ് ദ തേർഡ് ആൻഡ് ഫോർത്ത് റെക്റ്റാങ്കിൾസ് അഗെയിൻ. നമ്മൾ കുറേ റെക്റ്റാങ്കിൾസ് കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ വരച്ച മൂന്നാമത്തെയും നാലാമത്തെയും റെക്റ്റാങ്കിൾസ് ഒന്ന് നോക്കൂ. ടേക്ക് ഈർക്കിൽ ബിറ്റ്സ് ടു മേക്ക് സച്ച് എ റെക്റ്റാങ്കിൾ. ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ആ റെക്റ്റാങ്കിൾ ഒന്ന് ഉണ്ടാക്കി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പസിൽ കോർണർ. ഹൗ മെനി കോർണേഴ്സ്? One corner of a rectangular sheet of paper is cut off. How many corners does it have now? ഒരു റെക്റ്റാങ്കുലർ പേപ്പർ എടുത്ത് അതിൻ്റെ ഒരു മൂല വെട്ടിക്കളയണം. എന്നിട്ട് ഇപ്പോൾ അതിന് എത്ര കോർണേഴ്സ് ഉണ്ട്, മൂലകളുണ്ട് എന്ന് എണ്ണി നോക്കണം. അത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ലെങ്ത് ഓഫ് ദ ഈർക്കിൽ ബിറ്റ്സ് യു ടുക്ക്? നിങ്ങളെടുത്ത ഈർക്കിൽ കഷ്ണത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഡൗൺ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് എ സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാണ്? ദർ ആർ 4 കോർണേഴ്സ്. 4 മൂലകളുണ്ട്. പിന്നെയോ ഓൾ സൈഡ്സ് ഈക്വൽ. അതാണ് ഇമ്പോർട്ടൻ്റ്. എല്ലാ ഭാഗവും ഈക്വൽ, തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്, ഒരു ലൈനിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആ സൈഡ് പാരലൽ ആയിരിക്കും. അത് രണ്ടും നേരെ ഇങ്ങനെ പോകുമെന്നല്ലാതെ ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഓൾ ആംഗിൾസ് ഈക്വൽ ആൻഡ് 90 ഡിഗ്രി. എല്ലാ ആംഗിൾസും, കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. ഡയഗണൽസ് ഈക്വൽ ആൻഡ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അതുപോലെ തന്നെ ഡയഗണൽസ്, കോണോട് കോൺ നോക്കുമ്പോൾ അത് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ലംബമായിട്ട് ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ബൈസെക്ടേഴ്സ് ആണ്. ഇതൊക്കെയാണ് ഒരു സ്ക്വയറിൻ്റെ പെക്യൂലിയാരിറ്റീസ് എന്ന് പറയുന്നത്. ഇനിയൊരു റെക്റ്റാങ്കിളും അതുപോലെ തന്നെ സ്ക്വയറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. ഈച്ച് ആംഗിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്, പാരലൽ ആണ്, റൈറ്റ് ആംഗിൾ ആണ് എന്ന്. പക്ഷേ സ്ക്വയറിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അതാണ് സ്ക്വയറിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ വശങ്ങളും ഒരേ നീളമായിരിക്കും. എന്നാൽ റെക്റ്റാങ്കിളിന് അങ്ങനെയല്ല. എ റെക്റ്റാങ്കിൾ വിത്ത് ഓൾ 4 സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ഈസ് കോൾഡ് എ സ്ക്വയർ. ഒരു റെക്റ്റാങ്കിളിൻ്റെ 4 വശങ്ങളും തുല്യമായിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ക്വയർ എന്ന് വിളിക്കുന്നത്. സമചതുരം. ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾസ് ബട്ട് ഓൾ റെക്റ്റാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ്. എല്ലാ സ്ക്വയറും റെക്റ്റാങ്കിളാണ്, കാരണം അതിന് 4 വശങ്ങളുണ്ട്. പക്ഷേ എല്ലാ റെക്റ്റാങ്കിൾസും സ്ക്വയേഴ്സ് അല്ല. കാരണം എന്താണ്? റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 2 വശങ്ങൾ സെയിം അളവായിരിക്കും. പക്ഷെ 4 വശങ്ങൾ ഒരേ അളവായാൽ അതിനെ സ്ക്വയർ എന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാ റെക്റ്റാങ്കിൾസും സ്ക്വയേഴ്സ് അല്ല.
സ്ക്വയർ വിത്തിൻ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിന് ഉള്ളിലെ സ്ക്വയർ. ഡ്രോ എ സിംഗിൾ ലൈൻ ഇൻസൈഡ് ദിസ് റെക്റ്റാങ്കിൾ ടു ഡ്രോ എ സ്ക്വയർ. തന്നിരിക്കുന്ന ആ റെക്റ്റാങ്കിളിന് നടുവിൽ ഒരു സ്ക്വയർ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു ലൈൻ കൊടുത്താൽ മതി. അപ്പോൾ തുല്യ വശങ്ങളുള്ള 2 സ്ക്വയർ കിട്ടും. നോക്കൂ. മേക്കിംഗ് എ ക്യൂബ്. ഡ്രോ സ്ക്വയേഴ്സ് ആസ് ഷോൺ ബിലോ ഇൻ എ തിക്ക് ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് കട്ട് ഇറ്റ്. വിത്ത് ടീച്ചേഴ്സ് ഹെൽപ്പ് മേക്ക് എ ക്യൂബ് ആസ് ഷോൺ. കണ്ടില്ലേ? ഒരു തിക്ക് പേപ്പറിൽ ഇതുപോലെ തന്നെ സ്ക്വയേഴ്സ് വരച്ച് അത് കട്ട് ചെയ്ത് ഒരു ക്യൂബ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കണം. ടീച്ചറുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ജിയോബോർഡ്. മേക്ക് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് യൂസിങ് റബ്ബർ ബാൻഡ്സ് ഓൺ ദ ജിയോബോർഡ് ഇൻ ദ മാത്ത് ലാബ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സൈഡ്സ്. വാട്ട് ഫിഗർ ഈസ് ഗോട്ട് ബൈ ലൂപ്പിംഗ് എ റബ്ബർ ബാൻഡ് അറൗണ്ട് എ പെഗ് ആൻഡ് 3 പെഗ്സ് നിയറസ്റ്റ് ടു ഇറ്റ്. മാത്സ് ലാബിൽ നിങ്ങൾക്ക് ജിയോ ബോർഡ് ഉണ്ടാക്കാവുന്നതാണ്. കണ്ടില്ലേ? ആണികളൊക്കെ തറച്ചിട്ട് റബ്ബർ ബാൻഡ് വലിച്ച് ഇടുന്നതാണ് അത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റെക്റ്റാങ്കിളും അതുപോലെ തന്നെ സ്ക്വയറും ഒക്കെ ഉണ്ടാക്കാം. എന്നിട്ട് അതിൻ്റെ ലെങ്ത് ഒക്കെ നോക്കണം. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഒരു ലൂപ്പിൽ നിന്ന് റബ്ബർ ബാൻഡ് വലിച്ച് ഇങ്ങനെ 4 ആണിയില്ലേ അതിലേക്ക് ചുറ്റിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഷേപ്പ് ഏതാണ്? അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് ഇട്ട് ബാക്കി 3 എണ്ണം കൂടി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ ആണ് കിട്ടുന്നത്. മാത്ത് ക്ലബ്ബ്. സീ ഹൗ ദേ ഹാവ് ഡെക്കറേറ്റഡ് ദ ക്ലാസ് റൂം ഫോർ ദ മാത്ത് ക്ലബ്ബ് ഇനാഗുറേഷൻ. മാത്ത് ക്ലബിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഡെക്കറേഷൻസ് ആണ് കാണുന്നത്. നോക്കൂ. വാട്ട് ഓൾ ഷേപ്സ് ആർ ദർ എമംഗ് ദം. ഏതൊക്കെ ഷേപ്പുകളാണ് അതിലുള്ളത്? The picture below shows some of these shapes. Write the name of each under it. കുറച്ച് ഷേപ്സ് തന്നിരിക്കുന്നു. എന്ത് ഷേപ്സ് ആണിത്? 3D ഷേപ്സ് ആണ്. ഇതിൻ്റെ പേര് ആദ്യത്തേത് കോൺ ആണ്, രണ്ടാമത്തേത് ക്യൂബ്, മൂന്നാമത്തേത് ക്യൂബോയിഡ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ബ്ലോക്ക് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ പ്രിസം എന്ന് പറയും. ഇനി നാലാമത്തേതാണ് സ്ഫിയർ, ഗോളം. ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ക്ലാസിഫൈ വേരിയസ് ഫെമിലിയർ ഒബ്ജക്ട്സ് സീൻ അറൗണ്ട് യു അക്കോർഡിംഗ് ടു ദെയർ ഷേപ്സ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദീസ് ഒബ്ജക്ട്സ് ഓൾസോ. റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഷേപ്പിലുള്ളത്, അതായത് ക്യൂബോയിഡിൻ്റെ ഷേപ്പിലുള്ളത്, സ്ഫിയറിൻ്റെ ഗോളത്തിൻ്റെ ഷേപ്പിലുള്ളത്, ക്യൂബിൻ്റെ ഷേപ്പിലുള്ളത്, കോണിൻ്റെ ഷേപ്പിലുള്ള വസ്തുക്കൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ക്യൂബിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഷുഗർ ക്യൂബ്, റൂബിക്സ് ക്യൂബ്, അതുപോലെ തന്നെ ബ്ലോക്സ്, വാട്ടർ മെലൻ ക്യൂബ്, ഗിഫ്റ്റ്, ഐസ് ക്യൂബ്, ബോക്സ്, ഡൈ, ഡ്രസ്സർ. ഇതൊക്കെ ക്യൂബിന് എക്സാമ്പിളാണ്. റെക്റ്റാങ്കുലർ ബ്ലോക്ക് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ പ്രിസത്തിന് അല്ലെങ്കിൽ ക്യൂബോയിഡിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡോർ, അക്വേറിയം, ബട്ടർ, പിന്നെ ബാഗ്, പേഴ്സ്, സെറീൽ, ബുക്ക്, ജ്യൂസ് ബോക്സ്, പോപ്സിക്കിൾ, സ്റ്റെപ്സ്. ഇതെല്ലാം റെക്റ്റാങ്കുലർ പ്രിസത്തിന് ഉദാഹരണമാണ്. കോണിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫണൽ, ട്രാഫിക് കോൺ, പാർട്ടി ഹാറ്റ്, ഐസ്ക്രീം, ടോപ്പ്, വിറ്റ്സ് ഹാറ്റ്, ടൈമർ, മെഗാഫോൺ. ഇതൊക്കെയാണ്. സ്ഫിയറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്ലോബ്, നമ്മുടെ എർത്ത്, അതുപോലെ തന്നെ ഫുട്ബോൾ, പിന്നെ പലതരത്തിലുള്ള ബോൾസ്, അതുപോലെ തന്നെ റൗണ്ട് ബലൂൺ, ഓറഞ്ച്. ഇതൊക്കെ സ്ഫിയറിന് എക്സാമ്പിളാണ്. ടാൻഗ്രാം. The cover page of the textbook shown various figures formed using the shapes shown below. Make new figures using these pieces of the tangram. നമ്മുടെ കവർ പേജ്, ടെക്സ്റ്റ് ബുക്കിൻ്റെ കവർ പേജിൽ ഇങ്ങനെയുള്ള ഷേപ്സ് ഉപയോഗിച്ചിട്ടാണ് പിക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ താഴെ തന്നിരിക്കുന്ന ഈ ഷേപ്സ് ഉപയോഗിച്ച് പുതിയ ഫിഗർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ടിക്ക് ദ റെക്റ്റാങ്കിൾസ് ഇൻ ദ ഫിഗേഴ്സ് ബിലോ. കളർ ദ സ്ക്വയർ വിത്ത് റെഡ്. 4 വശങ്ങളുള്ളതാണ് റെക്റ്റാങ്കിൾ എന്ന് പഠിച്ചു. പക്ഷേ
എങ്ങനെയുള്ളതായിരിക്കണം? സ്ട്രെയിറ്റ് ആയിരിക്കണം അല്ലേ ലൈൻസ്, എന്നാൽ മാത്രമേ അത് റെക്റ്റാങ്കിൾ എന്ന് പറയുകയുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ചു ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾ, എല്ലാ സ്ക്വയറുകളും റെക്റ്റാങ്കിൾ ആണ് എന്ന് പഠിച്ചു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റെക്റ്റാങ്കിൾ ഉള്ളത്? രണ്ടാമത്തെയും നാലാമത്തെയുമാണ് റെക്റ്റാങ്കിൾ. പിന്നെ സ്ക്വയറിന് റെഡ് കളർ കൊടുക്കാനും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ, അതിന് റെഡ് കളർ കൊടുക്കാം. Manu is making greeting card. He pasted colored string along all four sides of a square of sides 8 centimeters. What is the total length of the string he used? മനു സ്ക്വയർ ഉണ്ടാക്കുകയാണ് ഗ്രീറ്റിംഗ് കാർഡിൽ. എങ്ങനെയാണ്? സ്ട്രിങ്ങൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടാണ് ചെയ്യുന്നത്. സ്ക്വയറിൻ്റെ ഓരോ സൈഡും 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്ക്വയറിൻ്റെ 4 സൈഡും സെയിം ആണ് അല്ലേ ലെങ്ത്ത്. അപ്പോൾ ഒരു സൈഡ് 1 സൈഡ് 8 സെൻറ്റിമീറ്റർ, അങ്ങനെയാണെങ്കിൽ 4 സൈഡ് 4 ഇൻറ്റു 8 എത്രയാണ്? 32 സെൻറ്റിമീറ്റർ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഇൻ ദ നോട്ട്ബുക്ക് യൂസിങ് എ റെക്റ്റാങ്കിൾ കാർഡ്. ഡ്രോ സ്ക്വയേഴ്സ് ഓൺ ബോത്ത് ദ ഷോർട്ടർ ആൻഡ് ലോങ്ങർ സൈഡ്സ് യൂസിങ് എ റൂളർ. മെഷർ ദെയർ സൈഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക നോട്ട്ബുക്കിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഷോർട്ടർ സൈഡിലും ലോങ്ങർ സൈഡിലും ഓരോ സ്ക്വയേഴ്സ് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? ഇതുപോലെ വരച്ച് എഴുതണം. ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരച്ചു, എന്നിട്ട് അതിൻ്റെ ലോങ്ങർ സൈഡ് ഒരു സ്ക്വയർ വരച്ച് ചേർത്തു. അതുപോലെ തന്നെ ഷോർട്ടർ സൈഡിലും ഒരു സ്ക്വയർ വരച്ചു. എന്നിട്ട് അതിൻ്റെ അളവെല്ലാം അളന്ന് എഴുതി. The lengths of the sides of some figures are given below. Which of them can be used to draw a rectangle? ചില ഷേപ്സിൻ്റെ ലെങ്ത്ത്, സൈഡിൻ്റെ ലെങ്ത്താണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് വെച്ചിട്ടാണ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക? അപ്പോൾ ആദ്യത്തേത് നോക്കൂ, രണ്ടാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാകും? നമുക്ക് റെക്റ്റാങ്കിളിന് എങ്ങനെയാണ് 2 സൈഡ് ഒരേ ലെങ്ത് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ മറ്റ് 2 സൈഡും ഒരേ ലെങ്ത് ആയിരിക്കും. അപ്പോൾ ആദ്യത്തേതും രണ്ടാമത്തേതും നാലാമത്തേതും വ്യത്യസ്തമാണ് അല്ലേ? സി ആണ് നമുക്ക് 5, 5, 8, 8 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതാണ് റെക്റ്റാങ്കിൾ വരയ്ക്കാനുള്ള ലെങ്ത്ത്. വിച്ച് ഓഫ് ദ ലെങ്ത്സ് ബിലോ കനോട്ട് ബി യൂസ്ഡ് ടു ഡ്രോ എ സ്ക്വയർ? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ലെങ്ത്ത് വെച്ചിട്ടാണ് നമുക്ക് ഒരു സ്ക്വയർ വരയ്ക്കാൻ കഴിയാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് എ നോക്കൂ, ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് 8. എല്ലാ സൈഡിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് 8 ആണ്. ബി എന്ന് പറയുന്നത് 4, 5 തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് ഓൾ 4 സൈഡ്സ് 6, എല്ലാ സൈഡും 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി തന്നിരിക്കുന്നത് 5, 5, 6, 6. അപ്പോൾ നമ്മൾ ആലോചിക്കണം, സ്ക്വയർ എന്ന് പറയുന്നത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന എയും ബിയും സിയും എല്ലാം എല്ലാ സൈഡും ഈക്വൽ ആണ്. ഡി മാത്രമാണ് 5, 5, 6, 6 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാൻ കഴിയില്ല. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ നെക്സ്റ്റ് പിക്ചർ? ഏത് പിക്ചറാണ് അടുത്തത് എന്നാണ് തന്നിരിക്കുന്നത്. ഒരു സ്ക്വയറിന് മുകളിൽ മറ്റൊരു സ്ക്വയറാണ് അല്ലേ? ഒന്ന് റൈറ്റിലോട്ട്, പിന്നെ 2 താഴോട്ടുമുണ്ട് അല്ലേ? ഇനി മുകളിൽ ലെഫ്റ്റിലോട്ടാണ് ഒരെണ്ണം വരേണ്ടത്. അപ്പോൾ ഏതായിരിക്കും ആ പിക്ചർ? സി ആണ് അല്ലേ? Okay dears, complete your textbook activities and study well. See you in next class. Thank you.